ഇന്ന് ബാക്ക്ഗ്രൗണ്ട് പിന്നെയും മാറിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഈ ഒരു കുപ്പി വെച്ച് നമുക്കൊരു അടിപൊളി സംഭവം ഉണ്ടാക്കിയാലോ? എന്താ, വേഗം വായോ. അപ്പം ഞാൻ ആദ്യം ഈ കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു അളവിലേക്ക്. സോ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം വേഗം കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ച് വാൾപുട്ടി എടുക്കാം. ഓക്കെ, വാൾപുട്ടീനേക്കാളും നല്ലത് സിമെൻറ്റാണ് ഗൈസ്, അത് ഞാൻ വയ്യെ പറഞ്ഞു തരാം. സോ നമ്മൾ വാൾപുട്ടി എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ മക്കളെ, ഈ വാൾപുട്ടി മിക്സ് ചെയ്യാൻ പെട്ടൊരു പാടെ. ഇത് നിങ്ങൾ ഈ കാണുന്നില്ലേ, വെള്ളവും പുട്ടിയും രണ്ടായിട്ടാണ് ഗൈസ് എടുക്കുന്നത്. അപ്പോൾ കുറേ നേരത്തെ ഒരു 1/4 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിന് ശേഷം ഞാനത് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കിട്ടിയതോ ഈ കാണുന്ന രീതിക്ക്. അതെങ്കിൽ അത് നമുക്ക് എന്നിട്ട് അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതിലേക്ക്? തന്നെ അവിടേക്ക് എടുക്കുന്ന ബൗളിലേക്ക്. സോ ഞാനതൊന്ന് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേഗം അതിൻ്റെ ഇടയ്ക്ക് അതെൻ്റെ ചോട്ട വന്നതാണ് ഗൈസ്, എൻ്റെ അനിയൻ. എന്നിട്ട് നമുക്കതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനതൊന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ 4 ഡേയ്സിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സോ ഞാനൊന്ന് കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് ടാപ്പ് ചെയ്ത് ഇതിലേക്ക് ഇടുന്നുണ്ട്. സോ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നീടുള്ള അവസ്ഥ ഇതാണ് ഗൈസ്. നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്? നിങ്ങൾ കാണുന്നില്ല എൻ്റെ ദയനീയ അവസ്ഥ? ഇതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നിങ്ങൾ വാൾപുട്ടി എടുക്കണ്ട, സിമെൻറ്റ് എടുത്തോന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാം. ഇത്രയും കഷ്ടപ്പെട്ടല്ലേ ഗൈസ്? ഒരു ലൈക്ക്. ബൈ.